കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ഈവനിങ് എവ്രിവൺ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇഗ്നോ ഫോക്കസ് 5.0യുടെ PYQ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അതായത് നമ്മൾ ഇതുവരെ ഇപ്പോൾ കുറേ എക്സാംസ് ഇപ്പോൾ നമ്മളത് കഴിഞ്ഞു. സോ നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് BPCC 109 ഡെവലപ്മെന്റൽ സൈക്കോളജി ആണ്. നിങ്ങൾ എല്ലാവരും എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ നിങ്ങൾക്കൊരു ബേസ് കുറച്ചും കൂടി കോൺഫിഡൻസ് കൂട്ടിത്തരാ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ലേൺവൈസ് നിങ്ങൾക്ക് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, PYQ UA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. അതായത് നമ്മുടെ ഇഗ്നോ എക്സാംസിൽ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പറുകളൊക്കെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഏരിയാസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്, അത് ഏത് ഇയറിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് നോക്കാം. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. സോ നമ്മുടെ സൈക്കോളജിയുടെ എന്നല്ല ഒരാളുടെ ഒരു മനുഷ്യന്റെ ഡെവലപ്മെന്റ് എങ്ങനെയൊക്കെയാണ് സൈക്കോളജിക്കലി അവർക്ക് ഉണ്ടാവുന്ന ഡെവലപ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്ന ഒരു പേപ്പറാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണ്, അത് ഏത് ബ്ലോക്കിൽ നിന്നാണ്, ഏത് യൂണിറ്റിൽ നിന്നാണ്, ഏത് ഏരിയാസ് ആണ് നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു സെഷനാണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് മാപ്പിംഗ് പറയുന്നുണ്ട്. ഏത് ബ്ലോക്കുകളാണ്, ആ ബ്ലോക്കിലെ തന്നെ ഏത് യൂണിറ്റ് ആണ്, ആ യൂണിറ്റിലെ തന്നെ ഏത് സബ് ടോപ്പിക് അല്ലെങ്കിൽ ഏത് കൺസെപ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഹിസ്റ്റോറിക്കലി എക്സാംസിലൊക്കെ ചോദിച്ചു വന്നിട്ടുള്ളത്, അതേപോലെ തന്നെ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്. ഓക്കെ, നമുക്ക് ഓരോ എക്സാമിനും ഓരോ പാറ്റേൺസ് ഉണ്ടാവും. ഇത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ആവും, ചിലപ്പോൾ അനലിറ്റിക്കൽ റിവ്യൂ ആയിരിക്കും. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, അത് ഏതാണ് അതിന്റെ ഒരു പാറ്റേൺ വരുന്നത് എന്നുള്ളത് 2022 ഡിസംബർ 2022 മുതൽ ജൂൺ 2025 വരെ കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഒരു ഇവാലുവേഷൻ തരുന്നത്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്താണ് നമുക്കിനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. 2025 ഡിസംബറിൽ നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതിന്റെ ബേസിൽ ഒരു 2 മണിക്കൂർ, നമുക്കറിയാം നമ്മുടെ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത് 2 മണിക്കൂറിന്റെ എക്സാം ആണ്. സോ അതിന്റെ ബേസിൽ ആ 2 മണിക്കൂർ എക്സാമിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ സോൾവ്ഡ് ആൻസേഴ്സും അതിന്റെ മാർക്കിംഗ് സ്കീമും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സെഷന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഒന്ന് വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടോ, ഈ ഒരു യൂണിറ്റ് ഞാൻ കവർ ചെയ്ത് പോയിട്ടുണ്ടോ. ഓക്കെ, അതിന്റെ ബേസിൽ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ തന്നെ ആൻസർ ചെയ്ത് നോക്കുക. എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി TE25 ഡിസംബർ 2025 എക്സാം നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു കോൺഫിഡൻറ്റോട് കൂടി എഴുതാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, സോ നമ്മൾ ഓരോ ബ്ലോക്കും ഓരോ യൂണിറ്റും ഓരോ ടോപ്പിക്കും എക്സാമിൽ ചോദിച്ചിട്ടുള്ള മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എത്ര പ്രാവശ്യം ചോദിച്ചു, ഏറ്റവും ഹൈ ആയിട്ട് ചോദിച്ചത് ഏതാണ്, ഏറ്റവും ലോ ഏതാണ്, മീഡിയം സൈസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് രണ്ട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഡെവലപ്മെന്റ് വേഴ്സസ് ഗ്രോത്തും അതിന്റെ ഡൊമൈൻസും ആ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവും ക്യാരക്ടറിസ്റ്റിക്സും യൂണിറ്റ് 1 നിന്ന് ചോദിച്ചിട്ടുണ്ട്. ക്രിട്ടിക്കൽ വേഴ്സസ് സെൻസിറ്റീവ് പീരിയഡും ചോദിച്ചിട്ടുണ്ട്. എറിക്സന്റെ സൈക്കോസോഷ്യൽ തിയറി യൂണിറ്റ് 2 ചോദിച്ചിട്ടുണ്ട്. ഹാവിംഗ് ഗസ്റ്റിന്റെ ഡെവലപ്മെന്റൽ ടാസ്ക് തിയറി ചോദിച്ചിട്ടുണ്ട്. അതേപോലെ യൂണിറ്റ് 4 ബയോ എക്കോളജിക്കൽ മോഡൽ ബ്രോൺഫൺ
ബ്രണ്ണറിന്റെ ബയോ എക്കോളജിക്കൽ മോഡൽ ചോദിച്ചിട്ടുണ്ട്. ഇവാലുഷണറി പെർസ്പെക്റ്റീവ്, ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ്, അറ്റാച്ച്മെന്റ് തിയറി, അതായത് ബോൾ ബൈൻഡ് മെയിൻസ്വർത്തിന്റെ അറ്റാച്ച്മെന്റ് തിയറി ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 11 മാർഷ്യാസിന്റെ ഐഡന്റിറ്റി സ്റ്റാറ്റസ് മോഡൽ 2 തവണ ചോദിച്ചിട്ടുണ്ട്. അറ്റാച്ച്മെന്റ് തിയറി ഒക്കെ 3 തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഐഡന്റിറ്റി, സെൽഫ് കൺസെപ്റ്റ്, സെൽഫ് എസ്റ്റീം ഒക്കെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എറിക്സന്റെ കൺസെപ്ച്വലൈസേഷൻ ഓഫ് ഐഡന്റിറ്റി ചോദിച്ചിട്ടുണ്ട്. ഓൾപോർട്ടിന്റെ കൺസെപ്ച്വലൈസേഷൻ ഓഫ് ഐഡന്റിറ്റി ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ മോട്ടോർ ഡെവലപ്മെന്റ്, റിഫ്ലെക്സസ്, ഗ്രോസ്, ഫൈൻ സ്കിൽസ് ഒക്കെ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പെർസെപ്ച്വൽ ഡെവലപ്മെന്റ് ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതായത് ഒബ്ജക്റ്റ് പെർസെപ്ഷനും ഡെപ്തും. പിന്നെ യൂണിറ്റ് 7 വൈഗോട്സ്കിന്റെ സോഷ്യോ കൾച്ചറൽ തിയറി, അത് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് മുൻകാലങ്ങൾ. അതായത് ഡിസംബർ 2022 മുതൽ നമ്മൾ ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വൈഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറി ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. പിയാഷയുടെ തിയറി ചോദിച്ചിട്ടുണ്ട്, അതിന്റെ സ്റ്റേജസും കാര്യങ്ങളൊക്കെ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. തിയറീസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഒരു ക്രിട്ടിക്കൽ റിവ്യൂ ആക്കിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഗിലിഗൻസിന്റെ ഗെയർ ബേസ്ഡ് മൊറാലിറ്റി ചോദിച്ചിട്ടുണ്ട്. കോഹൾബർഗിന്റെ മോറൽ റീസണിങ്ങും 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിയാഷിന്റെ തിയറീസ് ഓഫ് മൊറാലിറ്റി ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 9 പ്ലേ, കൺസെപ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ ഡെവലപ്മെന്റ്, റോൾ പ്ലേ, പിയേഴ്സ് ആൻഡ് മീഡിയ ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബുള്ളിയിങ്, വിക്ടിമൈസേഷൻ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പാക്റ്റും മാനേജ്മെന്റ് 3 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. സ്കൂൾ റെഫ്യൂസൽ ചോദിച്ചിട്ടുണ്ട്. പ്രോസോഷ്യൽ ബിഹേവിയർ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ്, അതിന്റെ ഫോംസ്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചൈൽഡ്ഹുഡ് അഡോളസന്റ് ഡിപ്രഷനെ കുറിച്ചിട്ട് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അതിന്റെ സിംറ്റംസും കോസസും. ഓക്കെ. പിന്നെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, PTSD കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്താണെന്നും അതിന്റെ ഡെഫിനിഷനും ക്ലാസിഫിക്കേഷനും കോസസും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറും 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറയുന്നത് ഡിസംബർ 2022 മുതൽ ജൂൺ 2025 വരെ എന്താണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വന്നിട്ടില്ല. എത്ര പ്രാവശ്യം ചോദിച്ചു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ബ്ലോക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 2 നിന്നാണ്. ഓക്കെ. 26 ക്വസ്റ്റ്യൻസോളം ബ്ലോക്ക് 2 2022 മുതൽ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 26 ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 2 നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ബ്ലോക്ക് 1 നിന്നാണെങ്കിൽ 11 പ്രാവശ്യം, ബ്ലോക്ക് 3 8 പ്രാവശ്യം, ബ്ലോക്ക് 4 7 പ്രാവശ്യം. അതായത് ബ്ലോക്ക് 2 ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. പിന്നെ ബ്ലോക്ക് 1 പഠിക്കണം, ബ്ലോക്ക് 3 ബ്ലോക്ക് 4 അതിനനുസരിച്ച് സ്ട്രെസ് കൊടുത്ത് പഠിക്കണം. ഓക്കെ. ഇനി ഓരോ യൂണിറ്റിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 4 ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് 3 ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 2 ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിച്ചാണ് ഓരോ യൂണിറ്റ് വൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് യൂണിറ്റ് 9 ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. യൂണിറ്റ് 7 യൂണിറ്റ് 11 യൂണിറ്റ് 6 കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ് കേട്ടോ. ഇനി നമ്മൾ ടോപ്പിക്സ് വെച്ച് നോക്കുമ്പോൾ സമയത്ത് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണുള്ളത്. ഒന്ന് വൈഗോട്സ്കിന്റെ സോഷ്യോ കൾച്ചറൽ തിയറി, പിന്നെ ബുള്ളിങ് ആൻഡ് വിക്ടിമൈസേഷൻ സ്കൂൾ കോണ്ടെക്സ്റ്റിലെ, പിന്നെ ചൈൽഡ് ആൻഡ് അഡോളസന്റ് ഡിപ്രഷനും. ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഇനി എക്സാമിന്റെ പാറ്റേൺ നോക്കുന്ന സമയത്ത് നമുക്ക് അനലിറ്റിക്കൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എസ്സേസ് ചോദിച്ചിട്ടുണ്ട്. സോ 10 മാർക്കിന് 300 വേർഡ്സ് എഴുതാനെന്നുള്ള രീതിയിൽ. അത് ചിലപ്പോൾ എക്സ്പ്ലെയിൻ, ഡിസ്കസ്, ഡിസ്ക്രൈബ്, ഇലൂസിഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാവും ക്വസ്റ്റ്യൻസ് വരും. ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ചോദിച്ചിട്ടുണ്ട് 300 വേർഡ്സിന് 10 മാർക്ക്. ഷോർട്ട് നോട്ട്സ്, അതായത് 2 പാർട്ടാക്കിയിട്ട് 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആക്കിയിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ. അത് ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഓരോന്നിലും 150 വേർഡ്സ് വെച്ചിട്ട് നമ്മൾ എഴുതണം. വേർഡ്സ് ഒന്നും നമ്മൾ എണ്ണി നോക്കില്ല, നമ്മളൊരു ഏകദേശ കണക്കെന്നുള്ള രീതിയിലാവും കേട്ടോ. പിന്നെ കമ്പയർ ആൻഡ് ഡിഫറൻഷിയേറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കേസ് സ്റ്റഡീസും ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഓഫ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്, MCQ ഒബ്ജക്റ്റീവ് ഒന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെ, നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക.
ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള 4 ക്വസ്റ്റ്യൻ ഫോർമാറ്റ് അനലിറ്റിക്കൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് എസ്സേ ചോദിച്ചിട്ടുണ്ട്, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എസ്സേ, ഷോർട്ട് നോട്ട്സ്, കമ്പയർ ആൻഡ് ഡിഫറൻഷിയേറ്റ്. ഇങ്ങനെ 4 ക്വസ്റ്റ്യൻ പാറ്റേണിലാണ് മെയിൻ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ സമയത്ത് ബ്ലോക്ക് 2ലാണ് 25%, അതായത് 50% മാർക്കും ചോദിച്ചു കണ്ടിട്ടുള്ളത് ബ്ലോക്ക് 2ൽ നിന്നാണ്. ബ്ലോക്ക് 1ഉം ഉണ്ട്, അത് കഴിഞ്ഞ് ബ്ലോക്ക് 4, പിന്നെ ബ്ലോക്ക് 3. ഇങ്ങനെയാണ് മാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 2ൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കാം. ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ചോദിച്ചിട്ടുണ്ട്, അനലിറ്റിക്കൽ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ ചോദിച്ചിട്ടുണ്ട്, ഷോർട്ട് നോട്ട്സ്, കമ്പയർ ആൻഡ് ഡിഫറൻഷിയേറ്റ്. ഇതില് നമുക്ക് ഡിസംബർ 2022 അനലിറ്റിക്കൽ ഡിസ്ക്രിപ്റ്റീവ് എസ്സേസും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ജൂൺ 2025 എത്തിയപ്പോൾ ഷോർട്ട് നോട്ട്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ അനലിറ്റിക്കൽ കുറവായിരുന്നു, പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എസ്സേസും ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ ഹൈലൈറ്റ്സ്, അത് നമുക്ക് 25%ഉം ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ആണ്. ബ്ലോക്ക് 2 ആണ് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു യൂണിറ്റ്, ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. കാരണം 50% മാർക്കും ബ്ലോക്ക് 2ൽ നിന്നാണ് വന്നിട്ടുള്ളത്. പിന്നെ ഷോർട്ട് നോട്ട്സും ചോദിച്ചിട്ടുണ്ട്. ഷോർട്ട് നോട്ട്സും വളരെ റയർ ആയിട്ടൊന്നല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഷോർട്ട് നോട്ട്സും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി നമ്മളൊരു പ്രിപ്പറേഷൻ ടിപ്പ് പറഞ്ഞു തരാണെങ്കിൽ, നമ്മുടെ എക്സാം എന്ന് പറയുന്നത് 50 മാർക്കിന്റെ 2 മണിക്കൂറിന്റെ എക്സാം ആണ്. സോ ഒരു നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ഫസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നമ്മൾ പ്ലാൻ ചെയ്യണം, എങ്ങനെയാണ് എക്സാം വരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പ്ലാൻ ചെയ്യാം. ആദ്യത്തെ ഒരു 10 മിനിറ്റ്. ബാക്കിയുള്ള സമയങ്ങളിൽ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഇത്ര സമയം, പിന്നെ എസ്സേസിന് ഇത്ര ടൈം കൊടുക്കണം, ഷോർട്ട് നോട്ടിന് ഇത്ര ടൈം കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഒരു 2 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കീ ടേംസ് അണ്ടർലൈൻ ചെയ്യാനും എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം, ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കാനും നിങ്ങളൊന്ന് ടൈം കണ്ടെത്തണം. ഇങ്ങനെയാണ് നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു 10 മിനിറ്റ് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിന് മാറ്റി വെക്കുക. പിന്നെ അനലിറ്റിക്കൽ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് എഴുതാൻ ഒരു 19 മിനിറ്റ്സ് മാറ്റി വെക്കുക, അതായത് 22 മിനിറ്റ് ഓരോ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ 18 മിനിറ്റ്സ്, 2 ക്വസ്റ്റ്യന് 2 ഷോർട്ട് നോട്ട്സിനൊക്കെ ആയിട്ട് 9 മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ മാറ്റി വെക്കുക. ഓക്കെ, പിന്നെ 2 മിനിറ്റ്സ് ലാസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ചു നോക്കാനും ലേബൽ ചെയ്യാനുള്ള ടൈം ആക്കിയിട്ട് കണ്ടെത്തും. ഓക്കെ, ഇനി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വൈറ്റ്ഗോഡ്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറി ചോദിച്ചിട്ടുണ്ട്, അറ്റാച്ച്മെന്റ് തിയറി ചോദിച്ചിട്ടുണ്ട്, ചിൽഡ്രൻസിന്റെയും അഡോളസൻസിന്റെയും ഡിപ്രഷനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, എറിക്സന്റെ ഐഡന്റിറ്റിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, ഗ്രോത്ത് വേഴ്സസ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, വിക്ടിമൈസേഷൻ ആൻഡ് ബുള്ളിങ് ഇൻ സ്കൂൾസിൽ വിക്ടിമൈസേഷനും ബുള്ളിങ്ങിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അഡോളസൻ സ്പെക്ട്രം ഡിസോർഡർ, ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സിൽ അതാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. കോൾബർഗിന്റെ മോറൽ റീസണിങ് തിയറി ചോദിച്ചിട്ടുണ്ട്, ലാംഗ്വേജ് ഡെവലപ്മെന്റും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അതേപോലെ മാർഷ്യയുടെ ഐഡന്റിറ്റി സ്റ്റാറ്റസ് മോഡലും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ഇതുവരെ നടന്ന എക്സാംസിന്റെ ബേസിൽ, അതായത് ഡിസംബർ 2022 മുതൽ ജൂൺ 2025 വരെ നടന്നിട്ടുള്ള എക്സാമിന്റെ ബേസിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ്, 10 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഫ്രീക്വൻസി ടേബിൾ എങ്ങനെയാണ് ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, വൈഗോഡ്സ്കിന്റെ തിയറി 7ാമത്തെ യൂണിറ്റിൽ നിന്ന് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 10 മാർക്കിന് തന്നെ. അറ്റാച്ച്മെന്റ് തിയറി 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 10 മാർക്കിന്. ചൈൽഡ് ആൻഡ് അഡോളസന്റ് ഡിപ്രഷന് 15ാമത്തെ യൂണിറ്റിലെ 10 മാർക്കിന് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എറിക്സന്റെ വ്യൂ ഓഫ് ഐഡന്റിറ്റി സൈക്കോസോഷ്യൽ തിയറി തന്നെയാണ്, അത് 3 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്, 10 മാർക്കിന്. എല്ലാം 10 മാർക്കിന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രോത്ത് വേഴ്സസ് ഡെവലപ്മെന്റ്, ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വിക്ടിമൈസേഷൻ ആൻഡ് ബുള്ളിങ് 3 പ്രാവശ്യം. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ 2 പ്രാവശ്യം. കോൾബർഗ് തിയറി 2 പ്രാവശ്യം. ലാംഗ്വേജ് ഡെവലപ്മെന്റ് 2 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. മാർഷ്യയുടെ ഐഡന്റിറ്റി സ്റ്റാറ്റസ് മോഡലും 2 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. എല്ലാം 10 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് വൈഗോഡ്സ്കിന്റെ തിയറിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ബുള്ളിങ് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ ചൈൽഡ് ആൻഡ് അഡോളസന്റ് ഡിപ്രഷനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫ്ലോ ചാർട്ട് നോക്കുകയാണെങ്കിൽ
ക്വസ്റ്റ്യൻസിന്റെ അറേഞ്ച്മെന്റ് ഇങ്ങനെയായിരുന്നു. അതിൽ ഇതുവരെ നടന്നിട്ടുള്ള ഡിസംബർ 2022 മുതൽ ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ 10 ക്വസ്റ്റ്യൻസ് വരെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ്, ഒരു 58% റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 41% ഒക്കെ അതർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. വളരെ കുറവാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് എങ്ങനെ ഇനി പ്രാക്ടീസ് ചെയ്യാം, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ടൈം കണ്ടെത്തിയിട്ട് വേണം നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാന്, പഠിക്കാന്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ നിങ്ങളൊന്ന് എഴുതി നോക്കിയിട്ട് എന്തെങ്കിലും ഫ്ലോ ചാർട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, ഇനി പ്രോബബിലിറ്റി മെട്രിക്സ് പറയുകയാണെങ്കിലും സെയിം കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. വൈഗോട്സ്കിന്റെ സോഷ്യൽ കൾച്ചറൽ തിയറി ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാതും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാർഷ്യന്റെ ഐഡന്റിറ്റി സ്റ്റാറ്റസ് മോഡലും ലാംഗ്വേജ് ഡെവലപ്മെന്റും മോട്ടോ ഡെവലപ്മെന്റും കോൾബർഗിന്റെ മോറൽ റീസണിങ്ങും സോഷ്യോ സ്ട്രക്ചറലും പ്രോ സോഷ്യൽ ബിഹേവിയർ, ഓട്ടിസം സ്പെക്ട്രം ഒക്കെ ലോ ലെവലായിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്നാലും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഗ്രോത്ത് വേഴ്സസ് ഡെവലപ്മെന്റ് മീഡിയം ആണ്, 50% ചോദിക്കാൻ സാധ്യതയുണ്ട്. അറ്റാച്ച്മെന്റ് തിയറി, ഐഡന്റിറ്റി എറിക്സൺ ആൻഡ് ഐഡന്റിറ്റി കൺസെപ്ച്വലൈസേഷൻ, ബുള്ളിങ്, വിക്ടിമൈസേഷൻ, അതേപോലെ ഡിപ്രഷൻ ഇൻ ചിൽഡ്രൻ ഒക്കെ 50% ആണ്. ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ എല്ലാം നിങ്ങൾ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്കോർ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ സ്റ്റഡിയിൽ പ്രയോറിറ്റി കൊടുക്കേണ്ട അല്ലെങ്കിൽ റിവൈസ് ചെയ്യേണ്ട ടോപ്പിക്സ്, ഒരു പോയിന്റും മിസ് ചെയ്യാതെ റിവൈസ് ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് വൈഗോട്സ്കിന്റെ സോഷ്യൽ കൾച്ചറൽ തിയറി, അറ്റാച്ച്മെന്റ് സ്ട്രെയിഞ്ച്, സെപ്പറേഷൻ ആങ്സൈറ്റി തിയറി, സെപ്പറേഷൻ ആങ്സൈറ്റി ഒക്കെ, അറ്റാച്ച്മെന്റ് തിയറി, പിന്നെ ചൈൽഡ് ആൻഡ് അഡോളസൻസിന്റെ ഡിപ്രഷൻ, ഐഡന്റിറ്റി എറിക്സൺ സൈക്കോ സോഷ്യൽ മോഡൽ, ഗ്രോത്ത് ഡെവലപ്മെന്റും തമ്മിലുള്ള ഒരു ലൈഫ് സ്പാൻ ട്രാക്കും ഡെഫിനിഷൻസ് ട്രാക്കും, ബുള്ളിങ്ങും വിക്ടിമൈസേഷനും സ്കൂൾസിലുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ ADHD, കോൾബർഗിന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, മാർഷ്യയുടെ മോഡല്, മോട്ടോർ സ്കിൽസ്, സോഷ്യോ സ്ട്രക്ചറൽ, പ്രോ സോഷ്യൽ ബിഹേവിയർ ഒക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അതൊക്കെ നിങ്ങൾ അതിന്റെ പ്രയോറിറ്റി ബേസിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം കേട്ടോ. ഇനി നമുക്ക് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഈ ഒരു 2022 ഡിസംബർ മുതൽ ജൂൺ 2025 വരെ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ബേസിൽ നമ്മൾ തന്നെ നിങ്ങൾക്ക് തരുന്ന ഒരു 2 മണിക്കൂറിന്റെ 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യന് സോഷ്യോ കൾച്ചറൽ അപ്രോച്ച് ടു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് 10 മാർക്കിന്. ഓക്കെ, വൈഗോട്സ്കിന്റെ തിയറിയാണ് എഴുതേണ്ടത്. പിന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവില്, പിന്നെ തിയറീസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അറ്റാച്ച്മെന്റ് തിയറി, സ്കൂൾ ബുള്ളിങ്, ഹോൾ സ്കൂൾ ഇന്റർവെൻഷൻസും എഴുതണം. പിന്നെ ചൈൽഡ് ആൻഡ് അഡോളസൻസിന്റെ ഡിപ്രഷന്, കോൾബർഗിന്റെ മോറൽ റീസണിങ്, പിന്നെ പ്രോസോഷ്യൽ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് പറഞ്ഞിട്ടുണ്ട്. ഐഡന്റിറ്റി ഡെവലപ്മെന്റ്, മാർഷ്യയുടെ ഐഡന്റിറ്റി സ്റ്റാറ്റസിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് നോട്ടും തന്നിട്ടുണ്ട്. ഇങ്ങനെ 8 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. 2 സെക്ഷനിലും അറ്റൻഡ് ചെയ്യണം, ഏതെങ്കിലും 5 എണ്ണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ നല്ല രീതിക്ക് എക്സാം പ്രിപ്പയർ ചെയ്യാം. ഒരിക്കലും ഒരു ഈ പറഞ്ഞിട്ടുള്ള ഈ 10 ടോപ്പിക്സുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഏരിയാസും ഇമ്പോർട്ടൻറ്റ് ബ്ലോക്കുകളും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. എല്ലാം പഠിച്ച് ഒന്ന് ഓവർവ്യൂ ചെയ്ത് എല്ലാം റിവൈസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോവാൻ. സോ നല്ല രീതിക്ക് എക്സാം എഴുതാം. എല്ലാവർക്കും നല്ല രീതിക്ക് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.